കൊറോണയ്ക്ക് ശേഷം കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുണ്ടായതാണ് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ സെൽഫോണുമായുള്ള അമിതമായ ബന്ധം. അതിനെ തുടർന്ന് അവർക്ക് പ്രചോദനങ്ങളായി കിട്ടുന്നത് ഒട്ടുമിക്കയും ജീവിതം നശിക്കണം എന്നത് മാത്രമായി തീരുന്നു. അതുകൊണ്ടാണ് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഈ അടുത്ത 2-3 മാസങ്ങൾക്കിടയിൽ മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞു. ആ ഒരു കാരണത്തിൽ ആത്മഹത്യ ചെയ്ത 15-ലേറെ കുട്ടികളുണ്ടെന്ന് നമ്മൾ അറിയണം നമ്മുടെ കേരളത്തിൽ. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ മ്യൂസിക്കും കൊറിയൻ ഡാൻസർമാരുടെ പാട്ടും കുത്തും സഹിക്കവയ്യാഞ്ഞിട്ട് അച്ഛൻ മൊബൈൽ ഫോൺ കൊണ്ടുപോയി വിറ്റ കാരണത്താൽ ഡൽഹിയിൽ 2 സഹോദരിമാർ ഫ്ലാറ്റിൽ നിന്ന് വീണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ മാസത്തിലായിരുന്നു. അവർ ചുമരിൽ എഴുതി വെച്ചു, കൊറിയൻ മ്യൂസിക് കേൾക്കാതെ കാണാതെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പിന്നെന്തിന് ജീവിതം എന്ന്. നമ്മുടെ കൊച്ചിയിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 പെൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർ ഡൽഹിക്ക് പോവുകയായിരുന്നു. എന്തിനാണ് ഡൽഹിക്ക് പോണത്? അവിടെ നിന്ന് കൊറിയയിലേക്ക് ബസ് കയറണം, എയർബസ്. എന്നിട്ട് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 7 കൊറിയൻ മ്യൂസിക്കുകാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ വേഷം മുതൽ ബോഡി ലാംഗ്വേജ് വരെ, നമ്മളെന്ത് കേൾക്കണം കാണണം എന്നതുവരെ, നമ്മുടെ പുതിയ ഭാഷയുടെ പദങ്ങൾ വരെയും നമ്മളെ സ്വാധീനിക്കുന്നത് നേരായ രീതിയിലല്ല. അതുകൊണ്ടാണ് നല്ല തറവാട്ടിൽ പറഞ്ഞ കുട്ടികൾ പോലും ചിലപ്പോൾ അവരുടെ വേഷത്തിനും അവരുടെ ഹെയർ സ്റ്റൈലിനും വേറെ ഏതെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സെലിബ്രിറ്റികളെ മാതൃകകളാക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ദീനുമായിട്ട് സോഷ്യൽ മീഡിയയിലെ റീലുമായി പെൺകുട്ടികൾ വരുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശാലമായ ആഗ്രഹങ്ങളാണ്. വേഷം നോക്കിയിട്ടൊന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പണിഷ്മെൻറ്റ് നടത്തുകയെന്ന് പല പെൺകുട്ടികളും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് കീറിപ്പറഞ്ഞ ട്രൗസർ ഇടണം, കഷ്ടിച്ച് ഈ അരവയറിൻ്റെ അടുത്തേക്ക് എത്തും വിധത്തിലുള്ള സ്ലീവ്ലെസ് ടീഷർട്ട് ഇടണം. എന്നിട്ട് അവർ കരുതുന്നത് പോലെ ആഘോഷിക്കണം. അതിനെ റബ്ബിനെ കൂട്ടുപിടിക്കുകയാണ്. പുരുഷ മേധാവിത്വമാണ് പെണ്ണിനെ ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി വെക്കാൻ നിർബന്ധിപ്പിക്കുന്നത് എന്നവർ ഫെമിനിസത്തിൻ്റെ വാദഗതികൾ പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പർദ്ദയിട്ട കുട്ടികൾ പോലും പർദ്ദക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വിധം വൃത്തികേടുകളാണെന്ന് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന ധാർമ്മികമായി വലിയ താല്പര്യമുള്ളവരൊക്കെ. ഞാനെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അവരുടെ മാത്രം പ്രശ്നമല്ലത്. ലോകം ആ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കല്യാണാലോചനയ്ക്ക് പോയി എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ കല്യാണത്തിന് ആ പെണ്ണിനെയൊക്കെ ചടങ്ങ് പോലെ കണ്ട് പേരൊക്കെ ചോദിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ പെണ്ണ് വെച്ച കണ്ടീഷൻ എന്നോട് പർദ്ദയിടാൻ പറയരുത് എന്നായിരുന്നു. അതൊരു വലിയ മാരകമായ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രമേൽ വലിയ പ്രശ്നമൊന്നുമല്ല, ഉറത്ത് മറച്ചാൽ മതി, പർദ്ദയിടണം എന്നുള്ളത്. പക്ഷെ അതൊരു ഉസ്താദിൻ്റെ മോളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പോലും നമ്മുടെ വീടകങ്ങളിൽ പോലും ലിബറലിസം വല്ലാതെ സ്വാധീനം നേടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടി വരും. അതൊരു ഉസ്താദിൻ്റെ മോളാണ്. അപ്പോൾ ഒരു ഉസ്താദിന് പോലും തൻ്റെ മോളെ ദീനീ ചിട്ടയിൽ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് എല്ലാ വിജ്ഞാനത്തിനും എല്ലാവിധ ധാർമ്മിക പഠനത്തിനും സൗകര്യമുള്ള നമ്മുടെ കേരളത്തിൽ പോലും നിലനിൽക്കുന്നു. ഇത് കൂടിക്കൂടി വരികയാണ്. 4 കാലിൽ മാത്രം നടക്കുന്ന യുവത രൂപപ്പെടുന്നു. 11 ടൈപ്പ് മയക്കുമരുന്നുകൾ കേരളത്തിൽ സുലഭമായി ലഭ്യമാണിന്ന്. ഒരൊറ്റ ടൂറിൽ, ഒരൊറ്റ ഗാനമേളയിൽ, ഒരൊറ്റ സിനിമ കാണുന്നതിനിടയിൽ, എന്തിന് ടർഫിൽ പന്ത് കളിച്ചിട്ട് കൂടിയിരുന്ന് കളി വിലയിരുത്തി സൊറ പറയുന്നതിനിടയിൽ, ഏതെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം നമ്മൾ പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്ന MDMA എന്ന മാരകമായ രാസവസ്തു നമ്മുടെ മക്കളുടെ മൂക്കിലേക്ക് എത്തിച്ചേർന്നാൽ ഒരൊറ്റ പ്രാവശ്യം, അതിൻ്റെ പ്രത്യേകം സ്മെല്ലില്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ആ സാധനത്തിന് കളറോ ടേസ്റ്റോ ഇല്ല. പഞ്ചസാരയേക്കാൾ ചെറിയ ക്രിസ്റ്റലായിട്ട് ഇന്ന് ലഭ്യമാണ് നമ്മുടെ കേരളത്തിൽ.
അതിൻ്റെ 4-5 തരി എടുത്തിട്ട് നമ്മുടെ കുട്ടികളുടെ മൂക്കിലൂടെ അവർ ബസ്സിലൊക്കെ കയറിയിട്ട് താളം പിടിച്ചിട്ട് മിന്നാമിന്നി ലൈറ്റ് വിട്ട് അവലിടിക്കുന്നത് പോലെ പാട്ടും വെച്ച് ഡാൻസ് കളിക്കണതിൻ്റെ ഇടയിൽ ഒന്ന് ഒരതിയെടുത്താൽ കൃത്യം 24-ാമത്തെ മണിക്കൂറിൽ കുട്ടി വയലൻ്റ് ആകും. ടൂറ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് പൊന്നുമോൻ നമ്മുടേതല്ലാതായിട്ടുണ്ടാകും. LP സ്കൂളിൽ പോലും ഇത് ലഭ്യമാണ്. പിന്നല്ലേ കോളേജിൻ്റെ കഥ. സാധനം തൂക്കി വയ്ക്കാൻ വേണ്ടി സൂക്ഷ്മമായി തരിക്ക് പോലും മൂല്യം കാണാൻ പറ്റുന്ന ഏറ്റവും ആധുനികമാകുന്ന വളരെ നാനോ ടൈപ്പ് ത്രാസ് പിടികൂടിയത് കേരളത്തിലൊരു പ്രധാന കോളേജിൽ നിന്നാണ്. വിൽപ്പനക്കാർക്ക് സാധനം തൂക്കി വയ്ക്കാനുള്ള സംവിധാനം. ഇതൊന്നും ശരിയല്ലെന്ന് പറയാൻ ഒരാളും ഉണ്ടാവാൻ പാടില്ലെന്ന് ധാർമ്മികതയുടെ ശത്രുക്കൾ മൊത്തത്തിൽ തീരുമാനിക്കുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാലും സത്യം സത്യമായി തുടർന്നു പറയുമെന്ന്, ജീവിതം കൊണ്ടത് സമൂഹത്തെ പഠിപ്പിക്കുമെന്ന് പേർത്തും ഉറക്കെ പറയാൻ ആത്മാർത്ഥതയും ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഒരു തലമുറയുടെ പ്രസക്തി. അതാണ് SSF സാധ്യമാകാൻ ശ്രമിക്കുന്നത്. സാഹിത്യം നമുക്കൊക്കെ അറിയാം, സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ചില സംഗതികളാണത്. കവിത, ഒരു 2 വരി കവിത കൊണ്ട് വിപ്ലവം രചിച്ച കുറേ പാട്ടുകൾ നമുക്കറിയാൻ പറ്റും. കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മുടെയൊക്കെ റിസാലയിൽ സ്ഥിരമായി കവിത എഴുതുന്ന റഹീം മാസ്റ്റർ പൊന്നാട് എഴുതിയൊരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരളം ഇങ്ങനെ പുരോഗമിച്ച് കേരളം മാറി ചുവന്ന തെരുവായി വിപ്ലവം ജയിക്കട്ടെ എന്നും പറയുന്ന 2 വരി മാത്രം. എല്ലാം ഒതുങ്ങിയത്, ഞാനിതുവരെ പറഞ്ഞതെല്ലാം ആ 2 വരിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷാ നിരോധനം എന്നൊരു കവിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിക്കണം. ആ ഭാഷാ നിരോധനം എന്ന കവിത 12-13 ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു, മൊഴിമാറ്റം നടത്തപ്പെട്ടു. ഇംഗ്ലീഷിലേക്കത് മൊഴിമാറ്റം നടത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരാകുന്ന കവികളിൽപ്പെടുന്ന സച്ചിദാനന്ദനാണ്. 500-ഉം 1000-ഉം നിരോധിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യർ വല്ലാതെ പൊറുതിമുട്ടിയൊരു സന്ദർഭം. 500 ആളുകൾ വരി നിന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടൊരു സന്ദർഭം. എന്ത് ചെയ്യാൻ പറ്റും, താൻ ഇതുവരെ അധ്വാനിച്ച് നേടിയ പണം എന്ന് ഓരോ മനുഷ്യനും ആശങ്കപ്പെട്ട് നിരാശ കൊണ്ട് അറ്റാക്ക് വന്ന് മരിച്ചൊരു സന്ദർഭം. പല ബാങ്കുകൾക്കും ധനകാര സ്ഥാപനങ്ങൾക്കും മുമ്പിൽ വലിയ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും നടന്നൊരു സന്ദർഭം. ഗവൺമെൻറ് ചെയ്യുന്ന താന്തോന്നിത്തങ്ങളെ വിലക്കിക്കൊണ്ട് നിരോധിച്ചുകൊണ്ട് ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഭാഷാ നിരോധനം എന്ന കവിത വരുന്നത്. അതിൻ്റെ ആശയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടാണ് 10-12-ലേറെ ഭാഷകളിലേക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്. കേരളത്തിലെ പ്രമുഖ കവികളാകുന്ന പലരും അത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരുന്നത്. ആ കവിത സമൂഹത്തിൽ വരുത്തിയ സ്വാധീനം എത്രയാണ്. അതുപോലെയുള്ള കുറേ കവിതകളുണ്ടായിരുന്നു, നമ്മുടെ താരാട്ടുപാട്ടുകളൊക്കെ. ആ താരാട്ടുപാട്ടുകൾ കേട്ട് ധാർമ്മികതയിലൂടെ വളർന്ന് ചെറിയ കുഞ്ഞാകുമ്പോൾ മുതൽ മതത്തിൻ്റെ സുതാര്യമായ ശീലുകൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സന്നിവേശിച്ച് ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്നൊരു തലമുറയായിരുന്നു നമ്മുടെ മുമ്പുള്ളത്. എത്ര ആശയങ്ങളാണ് കവിതയിൽ വന്നത് കാണാതെ പഠിക്കാനുള്ള സൗകര്യത്തിന്. എത്ര മാലകളിലാണ് മഹാന്മാരുടെ ചരിത്രങ്ങളുണ്ടായത്. 4-ാം മാസം മുതൽ ഗർഭസ്ഥ ശിശുവിന് കാര്യബോധമുണ്ടാകുമെന്ന് ശാസ്ത്രം പറയുന്നു. തലച്ചോറ് ഡെവലപ്പാകുമെന്ന് പറയുന്നു. കുട്ടിക്ക് ഉമ്മയുടെ പിതാവിൻ്റെയുമൊക്കെ സംസാരവും അതിലുള്ള പ്രത്യേകമായ സന്തോഷ സന്താപങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നു. ആ സമയത്തായിരുന്നു ഗർഭിണികൾക്ക് നഫീസത്തുമാല ചൊല്ലാനുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശം നമ്മുടെ ഉസ്താദുമാരൊക്കെ നൽകിയിരുന്നത്. മഹദിയ നഫീസത്തു ബീവിയെക്കുറിച്ച് ആ മാലയിൽ ഇങ്ങനെ പറയുമ്പോൾ 6 അടി മണ്ണിൽ നിന്ന് 1000 ഖത്തം തീർത്തതിനെക്കുറിച്ച് പറയുമ്പോൾ, 6 അടി മണ്ണെന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി ഖബർ കുഴിച്ചു വെച്ച് അതിലിരുന്ന് ഖത്തം തീർത്തതിൻ്റെ കഥയാണ് പറയണത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ എത്ര ചുരുക്കി കൊണ്ടുവന്നാലും സ്വന്തം ഖബറിലിരുന്നും 300 ഖത്തം തീർത്ത മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ.
1000 ചില റിപ്പോർട്ട് പ്രകാരം 1000 ഖത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ എത്ര ഖത്തം തീർത്തു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നഫീസ ബീവിയുടെ ചരിത്രം മാലയായി ഗർഭിണി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ആത്മീയമായ പ്രസരിപ്പ്, ആനന്ദം, അതാ കുട്ടിയെ സ്വാധീനിക്കുന്നു നല്ല രീതിയിൽ. അതൊരു ചെറിയ സംഗതിയല്ല, നമ്മൾ മനസ്സിലാക്കുക. മഹാനാകുന്ന മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെക്കുറിച്ച് ഖാദി മുഹമ്മദ് റഹ്മഹുല്ല രചിച്ച മുഹീദ്ദീൻ മാല ഒരു പാട്ടായിട്ടാണോ അത്? അല്ല, അഹ്ലുസുന്നയുടെ മുഴുവൻ ആദർശവും അതിൽ ഭംഗിയായി മനോഹരമായി തുന്നിച്ചേർത്തിരിക്കുന്നു. ആ ഒരു കവിത പഠിക്കുന്നതോടുകൂടെ എന്താണ് ഇസ്ലാം, എന്താണ് അഹ്ലുസുന്ന എന്ന്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും ഇസ്ലാമിൻ്റെ ആദർശവും എന്താണെന്ന് പഠിതാവിന് അത് ആലപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു. കവിത ആയതുകൊണ്ട് പിന്നെ അത് മറക്കാതിരിക്കുകയാണ്. നമ്മുടെ ഉമ്മമാർ നമ്മളൊക്കെ താരാട്ട് പാടിയിരുന്ന, നമുക്ക് കേൾപ്പിച്ചു കൊണ്ടിരുന്ന അത്തരം നല്ല കുറേ കവിതകളുണ്ടായിരുന്നു. ആകപ്പടച്ചോൻ്റെ ആദ്യമുത്തായ ആരംഭപ്പൂ റസൂലുള്ള എന്ന കവിത നമ്മുടെ ഈ കുറച്ച് ഒരു 60-ൻ്റെ 50-ൻ്റെ മേലുള്ളവർക്കൊക്കെ കാണാതെ അറിയും. കാരണം അന്ന് വാട്സാപ്പ് ഇല്ലെങ്കിലും ഫേസ്ബുക്ക് ഇല്ലെങ്കിലും അത് വൈറലായിരുന്നു. എന്തുകൊണ്ട് വൈറലായിരുന്നു? അത്രമേൽ ആശയസമ്പുഷ്ടമായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന കഥ, പാമ്പ് കൊത്തിയ കഥ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ. മനുഷ്യൻ സമ്പത്തിനോട് വലിയ ആർത്തി കാണിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി തിന്നിടുവാനായി 4 കഴിയില്ലെന്ന മഹാനാകുന്ന 5-ാം ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പാട്ട് എത്രമേൽ ആ മനുഷ്യനെ സ്വാധീനിക്കും. ഇല്ലായ്മയിൽ പൊറുതിമുട്ടുന്നൊരു കാലമാണത്, നമ്മൾ മനസ്സിലാക്കണം. പട്ടിണി കിടക്കുന്നൊരു സമൂഹത്തിന് മുന്നിൽ അതത്ര വിഷയാക്കൊന്നും വേണ്ട. വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാകുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വല്ലാതെ മോഹിക്കുകയാണ് ഒരു 4 മുന്തിരി തിന്നാൻ വേണ്ടി. എന്നിട്ട് ഭാര്യയാകുന്ന ഫാത്തിമയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഉണ്ടോ സഖി ഒരു കുല മുന്തിരി തിന്നിടുവാനായി 4 കയ്യിൽ? ഉണ്ട് പ്രിയേ മുന്തിരി തിന്നാൻ ആശ എൻ്റെ കൽബിൽ എന്ന് പറഞ്ഞ് പാട്ട് പാടുകയാണ്. മാതി ചോദിക്കുന്നുണ്ട്, തങ്ങൾ ആരാന്നറിയില്ലേ? പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഖലീഫത്തുൽ മുഅ്മിനീൻ. എന്നിട്ട് താങ്കളുടെ കയ്യിൽ ഒരു 4 മുന്തിരിങ്ങ മേടിക്കാൻ ഒരണ കയ്യിലില്ലേ എന്ന് തിരിച്ചു ചോദിക്കുക. മഹാനുഭാവൻ പറയുന്നു, അതെ എനിക്കറിയാം ഞാൻ ആരാന്ന്, പക്ഷേ എനിക്ക് ഒരു മുന്തിരി മേടിക്കാനുള്ള 4 എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല എന്ന്. അതിൻ്റെ അനുപല്ലവിയും പല്ലവിയൊക്കെ നമുക്കറിയാം. ഞാനത് വിസ്തരിക്കല്ല, എൻ്റെ മുമ്പിൽ സമയം കുറവാണ്. ഒരു വൃദ്ധ വരുന്നു, അവരുടെ വീടൊന്ന് മോഡിഫൈ ചെയ്യണം, കുറച്ചുകൂടെ ഉഷാറാക്കണം, മനോഹരാക്കണം. ഇങ്ങനെ തിരിഞ്ഞു കളിക്കണതിൻ്റെ ഇടയിൽ നല്ല തേജസ്വിനിയായ, നല്ല ഈമാൻ തുളമ്പുന്ന, സുന്ദരിയാവുന്ന ഒരു യുവതിയെ കാണാൻ ഒരു ചെറിയ ചായ്പിലിങ്ങനെ ഇരിക്കുകയാണ് അവർ. അവരോട് ചോദിക്കുകയാണ് ആ വൃദ്ധ, ഇവിടെ എങ്ങാണ്ടല്ല നമ്മുടെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കൊട്ടാരം, അതെവിടെയാണെന്ന് ചോദിക്കും. അവർ തിരിച്ചു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഇവിടെ അല്ല, എന്തേ നിങ്ങൾ വന്ന കാര്യം? ഇത്തിരി ഒരു ദേഷ്യത്തിലാണ് ആ വൃദ്ധ പ്രതികരിക്കുന്നത്. അത് നിങ്ങളോട് പറയേണ്ട എന്താ കാര്യം? എനിക്ക് അമീറുൽ മുഅ്മിനീനെ കാണണം, കൊട്ടാരത്തിലേക്കുള്ള വഴി കാണിച്ചു തരും. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാകുന്ന ഫാത്തിമയാണ്, അവിടുന്ന് വന്നാൽ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ വൃദ്ധ ചോദിക്കുക, എന്താ ഇവിടെ ഇരിക്കണത്? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണല്ലോ ഞങ്ങളുടെ വീട്. ആ വൃദ്ധ, ഞാൻ വെറുതെ വന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയി. കാരണം ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഉഷാറുള്ള വീട് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പൈസ മേടിക്കാൻ വന്നതാണ് ആ സഹോദരി. അപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ, ചെറിയൊരു സാമ്രാജ്യമൊന്നുമല്ലെന്ന്, ആ വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയാകുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അസീസ് റളിയല്ലാഹു അൻഹു ഈത്തപ്പനകൾ കോറിൻ്റെ ഇലകൾ ആ പട്ട കോർത്ത് വെച്ച സൈഡിലൊക്കെ അതുകൊണ്ട് മറച്ച ഒരു ഒറ്റമുറിയിൽ താമസിക്കുന്നത് കാണാനാകുന്നത്. ഈ പാട്ട് മനുഷ്യൻ എങ്ങനെയാവണം സമ്പത്തിനോടുള്ള ബന്ധം എന്ന് പഠിപ്പിക്കുന്നു.
ആർത്തി പാടില്ലെന്ന് പഠിപ്പിക്കുന്നു. അതിലേറെ അതൊരു വലിയ ആശ്വാസം പ്രദാനം ചെയ്യുന്നു. ഗൾഫ് പൂത്തുലയാത്ത കാലം, ഗൾഫ് പൂത്തുലയാത്ത കാലം, സാമ്പത്തികമായി നമ്മളാരും ഭദ്രത കാണിക്കാത്ത കാലം. ആ സമയത്തായിരുന്നു മാപ്പിള നായർ എന്ന പേരിൽ പ്രസിദ്ധനായ MP നാരായണ മേനോൻ മദ്രാസിലെ വൈസ്രോയിക്ക് കത്തെഴുതിയത്. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീകൾ, മുസ്ലിം പെണ്ണുങ്ങൾ ആത്മാഭിമാനികളാണ്. അവർ ഭർത്താക്കളോടൊപ്പം ജോലിക്ക് പോകും, അങ്ങനെ ജീവിക്കും. ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് യാചിച്ചു നിന്ന് അവർക്ക് ശീലമല്ല. ഇപ്പോൾ റംസാൻ കാലത്ത് നിങ്ങളുടെ മദിരാശിയിലൂടെ അവർ സക്കാത്ത് നൽകുന്ന മുസ്ലിം സമ്പന്നന്മാരുടെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുന്നത് നിവർത്തികേട് കൊണ്ടാണ്. നിങ്ങളാവുന്ന ബ്രിട്ടീഷുകാർ അവരുടെ ഭർത്താക്കന്മാരെ മൊത്തം കൊന്നു, അവരുടെ പിതാക്കളെ കൊന്നു, സഹോദരന്മാരെ കൊന്നു. ബാക്കിയുള്ളവരൊക്കെ ആൻഡമാനിലേക്കും മറ്റും നാട് കടത്തി. ജീവിക്കാനുള്ള വിഷമം കൊണ്ടാണ് അവർ മദിരാശിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി വളരെ പെട്ടെന്നൊരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് MP നാരായണ മേനോൻ കത്തെഴുതിയത് ആ സീസണിലാണ്. അങ്ങനെ ജോലിയില്ലാതെ പണമില്ലാതെ നിരകിക്കുന്ന ആ സൊസൈറ്റിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു ആ കവിത. അതുകൊണ്ടത് കാതോട് കാതോരം പ്രചരിച്ചുകൊണ്ടിരുന്നു. കത്തുപാട്ടുകളൊക്കെ ഇറങ്ങിയത് കുറേ പിന്നീടാണ്. അന്നാണ് വലിയ ടൈപ്പ് റെക്കോർഡൊക്കെ ഗൾഫിൽ നിന്ന് വന്നു തുടങ്ങിയത്. നമ്മളൊക്കെ പാട്ട് കേൾക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറ പാട്ട് കേൾക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അതിൻ്റെ മുന്നേ കാതോട് കാതോരം ഇത്തരം പാട്ടുകൾ പ്രചരിച്ചത് എന്തുകൊണ്ടാണ്? അതൊരു വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധത്തിന് പാട്ടുകൾ വന്നത്. അതുകൊണ്ടാണ് കൊയ്ത്ത് പാട്ടുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് സാഹിത്യം പഠിക്കാൻ നമ്മുടെയൊക്കെ വലിയ വലിയ ഉസ്താദുമാർ കവിതകൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ മുഖ്തസറുൽ അഫായിസിലൊക്കെ ഉള്ള ഉദാഹരണം കൊടുക്കുന്ന കവിതകൾ ഇതിരെ അശ്ലീലാന്ന് തോന്നും നമുക്ക്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള സബുൽ മുഅല്ലഖിലൊക്കെ ഉള്ള വരികളാണത്. അന്ന് ധാർമ്മികത അല്ലായിരുന്നു, സാഹിത്യം ഉണ്ടായിരുന്നുള്ളൂ. ആ മുഅല്ലഖയിലൊക്കെയുള്ള കവിതകൾ ശ്ലീലമല്ലെന്ന് നമുക്ക് പ്രാഥമികമായി തോന്നുമെങ്കിലും അതൊക്കെ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മുടെ കിതാബുകളിൽ, സാഹിത്യം പഠിക്കുന്ന കിതാബുകളിൽ വലിയ വലിയ ഉസ്താദുമാരുടെയും മഹാന്മാരുടെയും ഒന്നുമല്ലാത്ത തനി ഫ്രോഡായി ജീവിച്ചവരുടെ കവിതകൾ പോലും കടന്നു വന്നത്. ഞാനത് ബോധപൂർവം പറയണേ. തനി ഫ്രോഡായി ജീവിച്ചവരുടെ കവിതകൾ പോലും കടന്നു വന്നു. കാരണം സാഹിത്യമാണ് അവിടെ പ്രധാനം. നല്ല കവിത ആര് രചിച്ചു എന്നതാണ് പ്രശ്നം. അത് ഉദാഹരണത്തിന് വേണ്ടി കൊണ്ടുവരുന്നു. നമുക്കറിയാലോ, കള്ളിനും കഞ്ചാവിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്നൊരു സമൂഹത്തിൽ വിരചിതമാവുന്ന പാട്ടുകൾ. നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ. അതുകൊണ്ടാണ് അത്തരം വൃത്തികെട്ട കവിതകൾ പോലും പള്ളിയുടെ ഉള്ളിൽ വെച്ച് നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഓതി പഠിക്കുന്നത്. ഒരക്ഷരം തെറ്റിയ ഉസ്താദുമാർ അവരെ പറ്റുന്ന വിധത്തിൽ ശിക്ഷിക്കുന്നത്. അപ്പോൾ സാഹിത്യം പഠിക്കുക എന്നുള്ളത് പ്രധാനം. അത് നല്ല വിശുദ്ധരാകുന്ന സാഹിത്യകാരന്മാരുടെ കവിതകളും അതുപോലെയുള്ള സാഹിത്യ സൃഷ്ടികളും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആശ്രയിക്കാം. പക്ഷെ അത് തന്നെ വേണമെന്നില്ല. മാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ഒരു യാത്ര ഒരു സഹാബിവര്യൻ വിശദീകരിക്കുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഹൽ ഇന്ദക്കും ഷഅറു ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിൻ്റെ കവിത ആർക്കെങ്കിലും അറിയാമോ എന്നാണ് റസൂലുള്ളാഹി ചോദിക്കുന്നത്. ആരെയാണ് ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്? അയാൾ മുസ്ലിമായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ തന്നെ ഒരു ഹദീസിൽ കാണാം, ആമന ഷഅറു ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത് വഖഫറ ഖൽബുഹു.
ഉമയ്യത്ത് ബിൻ അബി സൽത്തിൻ്റെ കവിതകൾ മുഅ്മിനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഷേധിയായി തുടരുന്നു. എന്ന് വെച്ചാൽ നല്ല താത്വികമായ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അൽ ഇന്ദക്കും ഷൗറു അബി ഉമയ്യത്ത് ബിൻ അബി സൽത്ത്. ആ സഹാബി വരെ മുന്നോട്ട് വന്നു, ഞാൻ ഇന്ദി യാ റസൂലല്ലാഹ്, എനിക്ക് കുറേ അറിയാമെന്ന് പറഞ്ഞു അദ്ദേഹം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആലപിക്കാൻ പറയാൻ അദ്ദേഹം ഒരു കവിത ആലപിച്ചു. റസൂലുള്ളാഹി ഈ എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൻ്റെ 2255 ഹദീസ് ഈ പറയുന്നതാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പാടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മറ്റൊരു കവിത പാടി, പിന്നെയും പറഞ്ഞു, എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയാണ്, അങ്ങനെ ഞാൻ 100-ലധികം കവിതകൾ പാടിയ യാത്രയിൽ, ആ യാത്രയിൽ ഞാൻ 100-ലധികം കവിതകൾ പാടി. സത്യത്തിൽ അതൊരു മുസ്ലിമായ മനുഷ്യനല്ല, സാഹിത്യം പഠിക്കാൻ വേണ്ടി മുസ്ലിം അല്ലാത്തവരുടെയും കവിതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് നമ്മുടെ പൂർവികരൊക്കെയും അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ തെളിയിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. മലയാള ഭാഷ പഠിക്കാൻ വേണ്ടി നമുക്ക് ONV കുറുപ്പിൻ്റെ കവിത പഠിച്ചുകൂടെ? പഠിക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും. അതിൻ്റെ ആശയങ്ങളും നമ്മൾ ഉൾക്കൊള്ളണ്ടേ? SSFും SYS ഒക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ മുന്നോട്ട് വെക്കുന്ന പ്രകൃതി സംരക്ഷണമെന്ന് പറയുന്ന നമ്മുടെ ജീവൽ പ്രസക്തമായ ഒരു കാര്യം. ജലസംരക്ഷണത്തിൻ്റെ ഭാഗമാണ്, ചെടികൾ നടുന്നത് അതിൻ്റെ ഭാഗമാണ്, അടുക്കളത്തോട്ടം നമ്മുടെ സംഘടനകൾ പലപ്പോഴായിട്ട് ക്യാമ്പയിൻ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. ഏറ്റവും മനോഹരമായി ഇതേക്കുറിച്ച് ആലപിച്ച കവിത നമുക്കറിയാം അല്ലേ? ONV കുറിപ്പിൻ്റെ ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന ആസന്ന മൃത്യുവിന്ന ആത്മശാന്തി എന്ന് പറയുന്ന കവിതകൾ. എങ്ങനെയാണ് മാതാവും പിതാവും തമ്മിലുള്ള ബന്ധമെന്ന് വളരെ മനോഹരമായി വരച്ചു ചേർക്കുന്നുണ്ട് ആശ്വാസം എന്ന് പറയുന്ന കവിതയിൽ കൽപ്പറ്റ നാരായണൻ മാഷ്. അമ്മ മരിച്ചു ആശ്വാസമായി എന്നാണ് അയാൾ കവിത തുടങ്ങുന്നത്. അമ്മ മരിച്ചു ആശ്വാസമായി. അമ്മ മരിക്കുമ്പോൾ ആശ്വാസമാവുമോ? പക്ഷെ അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, ഇനി എനിക്ക് എന്നും മന്തിപ്പഷ്ണി കിടക്കാം, ആർത്തട്ടഹസിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി ആരും വരൂല എന്ന്. ഇനി എനിക്ക് ഉറക്കം തൂങ്ങിക്കൊണ്ട് കിണറിൻ്റെ ആൽമറയിലിരുന്നിട്ട് പുസ്തകം വായിക്കാം. എന്നെ ഞെട്ടി ഉണർത്താൻ ഒച്ചയിട്ടുകൊണ്ട് വന്ന് കൈപിടിച്ചിറക്കി അകത്തേക്ക് കൊണ്ടുപോകാൻ ആളില്ല. ഇനി എനിക്ക് ടോർച്ചില്ലാതെ അട്ടപ്പാതിരക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കാം. പാമ്പ് കടിയേറ്റ് മരിച്ച അയൽവാസിയുടെ രോമകൂപങ്ങളിലൂടെ ചോര വന്നത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ആള് ഇനിയില്ല. ആകമൊത്തം ആശ്വാസമായി. നോക്കുങ്ങൾ ഒരു കവിത വായിക്കുന്നതോട് ആരാണ് ഉമ്മ എന്ന്, ഉമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും സേവനങ്ങളും എന്താണെന്ന് ഒരു കുട്ടിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ പേരോട്സാൻ്റെ വലിയ വാഴുന്നുണ്ടെങ്കിൽ വരിയെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മക്കൾ വന്നോളണമെന്നില്ല. അവരോട് കഥ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും, കവിത പാടാണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും, മാപ്പിളപ്പാട്ടിന് ഇനി മത്സരിക്കണം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ വരും. പതിയെ 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 ഉസ്താദുമാരവർ കാണും, പ്രഭാഷണങ്ങൾ അവർ കേൾക്കും, അവർ ഈ സംഘടനയുടെ ഭാഗമായി തീരും. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 കാലിൽ നടക്കാതെ അവർ മനുഷ്യരെ പോലെ 2 കാലിൽ നടക്കും. മാതാവിനെയും പിതാവിനെയും അഡ്മിറ്റ് ചെയ്യാൻ വൃദ്ധസദനം തേടി നടക്കാതെ എത്ര ത്യാഗം ചെയ്താലും എത്രമേൽ എതിരായി ആരൊക്കെ പ്രവർത്തിച്ചാലും, അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. മാതാവും പിതാവും ഒരു ബാധ്യതയാണെന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കാം. അവരുമായി നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായി അവർ സെക്സ് നടത്തി, ഉപോൽപ്പന്നമായി നമ്മൾ ജനിച്ചു, അത്ര തന്നെ എന്ന് പറയുന്ന ക്ലാസ് നടക്കുക എന്നല്ല. ഇൻസിസ്റ്റിൻ്റെ പ്രോത്സാഹനം നൽകുന്ന ക്ലാസ് നമ്മുടെ തൊട്ടടുത്ത ടൗൺ കോഴിക്കോടിൽ പോലും നടന്നിട്ടുണ്ട് 1-ലധികം തവണ. എന്താ ഇൻസിസ്റ്റ്? അടുത്ത രക്തബന്ധമുള്ള ഉമ്മനോടും മകളോടും സഹോദരിയോടും ലൈംഗിക ബന്ധം നടത്തുന്നതും അത് ആസ്വദിക്കുന്നതും, അതാ ഇൻസിസ്റ്റ്, അഗമ്യഗമനം. അതിൻ്റെ പോരിഷ പറയുന്ന ക്ലാസ്സുകൾ വലിയ വേദി കെട്ടി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാകുന്ന കോഴിക്കോട് പോലും നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ വായിക്കുന്നത് മൊത്തം അതാണ്. ഏറ്റവും പുതിയ യുക്തിവാദികളുടെ പുസ്തകങ്ങളിൽ കാര്യമായി പരാമർശം അതാണ്.
അവരുടെ ആഗോള നേതാവാകുന്ന പീറ്റർ സിംഗറിൻ്റെ പ്രാക്ടിക്കൽ എത്തിസം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതാണ്: ഉമ്മയെ വ്യഭിചരിക്കണം, സഹോദരിയെയും സ്വന്തം മകളെയും സ്വന്തം താല്പര്യത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഇതാണ് കാണുന്നത്, ഇതാണ് കേൾക്കുന്നത്. സിനിമ അതാണ്, സീരിയലുകൾ അതാണ്. അവരുടെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഉപകരണം തുറന്നാൽ സംഭവിക്കുന്നത് അതാണ്. ഈ തരിപ്പിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ തിരുത്താൻ ആത്മീയത വേണം, ധാർമ്മികത വേണം, മതത്തിൻ്റെ ശീലുകൾ വേണം. അത് നിത്യമായി അവരോട് സംവദിച്ചു കൊണ്ടേയിരിക്കണം. പിതാവിന് പറ്റാത്തത് പറയാൻ അവൻ്റെ ചില കൂട്ടുകാർ വേണം. അവരിടക്കിടക്ക് ഒരുമിച്ച് കൂടണം, യോഗം നടക്കണം. ആ യോഗത്തിലേക്ക് കൈപിടിച്ച് നമ്മൾ മക്കളെ കൊണ്ടുപോകണം. ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടാണ് മോൻ വീട്ടിലേക്ക് എത്തുന്നതെങ്കിൽ എവിടെ SSFൻ്റെ യോഗം ഉണ്ടായിരുന്നു എന്നോ പറയുമ്പോൾ കഴുത്തിലേക്ക് ചാടരുതോ ഉമ്മ, നീ ഫുള്ള് കൂടിയില്ലേ എന്ന് ചോദിക്കണം. അടുത്ത യോഗം എന്നാന്ന് ചോദിക്കണം. അവർ ദിക്ർ ഹൽക്ക നടത്തണം, അവർ മഹദറത്തുൽ ബദരിയ നടത്തണം. മദ്രസ കേവലം ഒരു മദ്രസായി മാറിയാൽ പോരെ. പിന്നെയോ ആ മദ്രസിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ആത്മീയതയുടെ ലിങ്ക് ഒരിക്കലും വിച്ഛേദിക്കാതിരിക്കണം. പിന്നീട് അവരുടെ സമൂഹത്തിലുള്ള ജീവിതത്തിൽ എപ്പോഴും ആ മദ്രസിൻ്റെയും സംഘബോധത്തിൻ്റെയും ഊഷ്മളത അനുഭവിക്കണം. ഞാനൊരു ദീനീ പ്രവർത്തകനാണെന്ന ബോധം അവനെ ഏത് നിർജ്ജന ശൂന്യതയിലും നിയന്ത്രിക്കണം. കൂട്ടുകാരൊക്കെ കള്ളുപിടിച്ചാലും എനിക്കത് പറ്റില്ല, കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ പ്രചാരകനാണെന്ന ബോധം വേണം. ഞാൻ SSFൻ്റെ സെക്രട്ടറി ആണെന്നറിയണം. എൻ്റെ തലമുടി ഒന്നിച്ച് ജുറാസിക് പാർക്കിലെ ഡിനോസോറിനെ പോലെ വെച്ചാൽ പോരെന്നും കാക്ക കൂട് നിർമ്മിച്ചതുപോലെ ആകരുത് എന്നും കുട്ടിക്ക് സ്വയം തോന്നണം. അതിൻ്റെ ദിക്ർ ഹൽക്കകളിൽ അവൻ മുന്നിലുണ്ടാകണം. മഹദറത്തുൽ ബദരിയയിൽ കുട്ടി ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് SSF വലിയ ചെലവഴിച്ചിട്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ സ്വന്തം യൂണിറ്റിൽ പുഴക്കാട്ടിരി സെക്ടറിൻ്റെ സാഹിത്യോത്സവം നാളും മറ്റന്നാളും നടക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഉസ്താദുമാരും എന്നെ കൊണ്ടുവന്ന സഹോദരനൊക്കെ. ഞാനതിൻ്റെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും എന്തുകൊണ്ടായത് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ധാർമ്മികതയെക്കുറിച്ച് ചിന്തിക്കുന്ന, നേരാമണ്ണം മുന്നോട്ട് പോകുന്ന, 4 കാലിലല്ലാതെ 2 കാലിൽ തന്നെ നടക്കണം. ഇതെൻ്റെ ബന്ധുവാണ്, ഇതെൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ ഉമ്മയാണ്, എൻ്റെ പിതാവാണെന്ന ബോധമുള്ള തലമുറ ഇനിയും ഇവിടെ നിലനിൽക്കണം. അതിന് നമ്മളൊക്കെ കാര്യം കഴിഞ്ഞു. നമ്മളോരോ മദ്രസക്കൊക്കെ വിട്ടു. 3 വരെ 4 വരെ 5 വരെ 10 വരെയൊക്കെ മദ്രസ പഠിച്ചു. ഇനി എനിക്കതിൽ വലിയ ബാധ്യത ഒന്നുമില്ല എന്ന് കരുതുന്ന ശൈലിയിൽ നിന്ന് നമ്മൾ മാറണം. മരിച്ചു പിരിയുവോളം നമ്മുടെ മക്കളാണോ, അവരോട് നമുക്ക് അതത് കാലത്തുള്ള ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികളൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്രാവശ്യം കേരളത്തിൽ വ്യാപകമായുള്ളൊരു ട്രെൻഡ്, മദ്രസയിലേക്ക് പുതിയ അഡ്മിഷൻ വളരെ കുറവാണ്. കാരണങ്ങൾ കുറേ ഉണ്ടാവും. ദർസുകളിലേക്കും മദ്രസയിലേക്കും നമ്മുടെ യൂണിറ്റിൽ നിന്ന് കുറേ കുട്ടികൾ പോകണം. ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെങ്കിലും മുതാല്യമായിട്ട് വളരണം. അവരായിരിക്കണം അടുത്ത സീസണിൽ, ഘട്ടത്തിൽ നമ്മുടെ നാടിന് നേതൃത്വം കൊടുക്കേണ്ടത്. അവർ ഈ സാധാരണക്കാരാവുന്ന അവരുടെ കൂട്ടുകാരോടൊപ്പം ദീനും പറഞ്ഞുകൊണ്ട് നടക്കണം. പ്രകാശം പൊഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അവിടെ നേതൃത്വത്തിൽ യോഗങ്ങളുണ്ടാകണം. ആത്മീയ സദസ്സുകളും സംഗമങ്ങളും പ്രാർത്ഥനകളും നടക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും നമുക്ക് നന്മ പ്രതീക്ഷിക്കാം, ധാർമ്മികത പ്രതീക്ഷിക്കാം. നമ്മുടെ പള്ളികളും മദ്രസൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് ഊഹിക്കാം, ആശിക്കാം. അല്ല എങ്കിൽ, നമ്മൾ ശ്രദ്ധ പോകുന്നുവെങ്കിൽ, നമ്മൾ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ അവരെ നിരന്തരമായി പ്രലോഭിച്ചുകൊണ്ടിരിക്കുന്ന, തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയാൻ ശ്രമിച്ച, നേരത്തെ ഉസ്താദ് പറഞ്ഞ ശബ്ദത്തിൻ്റെ ഒരു തകരാറിനെ കുറിച്ച്, അങ്ങനത്തെ ചില സംഭവങ്ങൾ കൊണ്ട് സൂചന മാത്രം നൽകിയ, വിസ്തരിക്കുകയാണെങ്കിൽ ഒരു 4 ദിവസം ഫുള്ള് നമുക്ക് വേണ്ടി വരുന്ന അത്ര മാരകമായൊരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ മക്കൾ, ഇരുട്ടിലൂടെയാണ് നമ്മുടെ മക്കൾ, ഘനാന്ധകാരത്തിലൂടെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൈപിടിക്കാനുള്ള, അവരെ ചേർത്ത് പിടിക്കാനുള്ള വലിയ ഉസ്താദുമാരിലേക്ക് എത്തിച്ചേരുന്ന ഒരു ശൃംഖലയുടെ യൂണിറ്റ് തലമാണ് നമ്മുടെ നാട്ടിലുള്ള SSF എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ അങ്ങേതലക്ക് ബഹുമാന്യരാകുന്ന AP ഉസ്താദുണ്ട്, ബഹുമാന്യരാകുന്ന സുലൈമാൻ ഉസ്താദുണ്ട്, വലിയ വലിയ മഹാന്മാരുണ്ട്.
ആ ശൃംഖലയോട് ഓരം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രാദേശിക സംവിധാനമാണ് ഇവിടെയുള്ള SSFൻ്റെ യൂണിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പടച്ച റബ്ബിൻ്റെ സഹായമുണ്ടാകും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, സാഹിത്യം സമൂഹത്തിൽ നടത്തുന്ന സ്വാധീനത്തെക്കുറിച്ച്, നമ്മുടെ മക്കൾ അതിലൊക്കെ എക്സ്പേർട്ടുകളാവേണ്ടതിനെക്കുറിച്ച് പഠിക്കണമെന്നും ദീനിലൂടെ സഞ്ചരിക്കണമെന്നുമുള്ള ബോധം നമ്മുടെ കുട്ടികൾക്ക് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ആലോചിക്കണമെന്ന്. കേവലം മദ്രസും പള്ളി നടന്നുകൊണ്ട് കാര്യമില്ല, സംഘടനാപരമായി വലിയ ഉത്തേജനം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവണമെന്ന് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സദസ്യരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഇതൊരു വലിയ സംരംഭമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മെ നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളായി പടച്ച റബ്ബേ നീ നിലനിർത്തണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളുടെ മക്കൾ പരമ്പരയിൽ, ഞങ്ങളുടെ വിദ്യാർത്ഥി പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ഒരാളെയും നീ മുർത്തദാക്കരുത് റഹ്മാനെ, മുബ്തദിയാക്കരുത് റഹ്മാനെ, ഫാസിഖാക്കരുത് റഹ്മാനെ. നിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളായി അവർ പ്രവർത്തിക്കുന്നത് കണ്ട ചാരിതാർത്ഥ്യത്തിൽ മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് ദുഃഖം കാരണം ഒരിറ്റ് കണ്ണുനീർ നീ പുറപ്പെടുവിക്കരുത് റഹ്മാനെ. അവരെ ഓർത്ത് ഞങ്ങളുടെ കണ്ണ് നനയാണേൽ അവർക്ക് മർക്കസിൽ നിന്നും ഒതുക്കുങ്ങളിൽ നിന്നും 1ാം റാങ്ക് കിട്ടിയ കോള് കേട്ടാക്കണേ റഹ്മാനെ. അവർ CA പാസ്സായ കോള് കേട്ടിട്ടാക്കണേ റഹ്മാനെ. അവർ വലിയ സാമൂഹിക സേവനം നിർവഹിച്ചതിനെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞിട്ടാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിനും ഇബാദത്തിനും നിൻ്റെ ദീനിൻ്റെ വിജ്ഞാന പ്രചാരണത്തിനുമൊക്കെ തടസ്സമാകുന്ന ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ആർക്കും നീ നൽകരുത് റഹ്മാനെ. ഞങ്ങളിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. ഞങ്ങളെ നിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ദീനിനോടും മാതാപിതാക്കളോടും സമൂഹത്തോടും നാടിനോടും പരിശുദ്ധമായ ഖുർആനിനോടും ഹബീബായ റസൂൽ തങ്ങളോടും ബാധ്യത നിർവഹിച്ച നല്ലവരിൽ നല്ലവരായ മക്കളായി മനുഷ്യരായി ഞങ്ങളെ നീയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ സംഗമം ഭാവിയിലേക്ക് വെളിച്ചമുള്ളൊരു സദസ്സാക്കി നീ കബൂലാക്കണേ റഹ്മാനെ.